റെഡി ആയതിന് ശേഷമുള്ള വേറൊരു ഷോ ആണിത്. അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോൾ ഇപ്പോൾ ഒരു 11:45 പറഞ്ഞ ക്ലാസ് കഴിഞ്ഞു. സന്തത സഹചാരീനെ എടുത്തു, എൻ്റെ 2 വീലറിൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ആമീസ് ഇറങ്ങി. അപ്പോൾ ഇന്ന് ആമീസിൻ്റെ UKGൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അങ്ങനെ എല്ലാം എക്സാമൊക്കെ കഴിഞ്ഞ് ആമീസിനെ കൂട്ടി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി 2 മാസം അടിച്ചു പൊളിയാണ്. അതിൻ്റെ സന്തോഷമാണ് ആമീൻ്റെ മോൻ. ഈ മാങ്ങ മുറിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ എന്തോ വലിയ ഗൗരവത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്കിതുപോലെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മുഖം എപ്പോഴും ഇതേ സ്ഥായി ഭാഗമാണ്. നമുക്ക് മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി മാങ്ങയായിരുന്നു. കഴിച്ചോട്ടെ. നല്ല മധുരം ഉണ്ടല്ലേ. ഞാൻ ലഞ്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ ഓയിലും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി ഇത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മുടെ വെള്ളം. ഇനിയൊന്നുമില്ല, നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണമായിരിക്കും. ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതൊരു ടിപ്പാണ്. കാരണം നമ്മളിങ്ങനെ കാസ്കറ്റൊക്കെ ലൂസ് ആവുകയാണെങ്കിൽ ഞാൻ അടച്ചു വയ്ക്കുക. ഒരു വിസിൽ മതിയാവും. നമ്മുടെ ജീര റൈസ് റെഡിയാവും. അതാ ബാക്കി. അയ്യോ, തൈര് ഒരു പണി കിട്ടി കേട്ടോ. കാരണം ദാൽ ഒഴിക്കുന്ന സമയത്ത് തൈരിൽ കുറച്ച് വീണു. അപ്പോൾ സാരമില്ല, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അങ്ങനെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റിനൊന്നും അല്ല, നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദാലുണ്ട്, തൈരുണ്ട്. തൈരിൽ കുറച്ച് ദാൽ വീട് പോയി. അത് അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ജീര റൈസും ഇന്നലത്തെ ദാലിൻ്റെ കറിയാണ്. പക്ഷേ ജീര റൈസും ദാലും നല്ല കോംബോയാണ്. അപ്പോൾ ആമിക്കാണെങ്കിൽ അത് കേടുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ദാലും കൂടെ കൊടുക്കും. അങ്ങനെ ആമിക്കും അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വേഗം ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം.